ട്രിപ്പിൾ ഓം ശാന്തി. ധാർമ്മികത, നീതി, സത്യം എന്നിവ ഉള്ളില് കിടക്കണം. ആരുടെ? സനാതന ധർമ്മത്തിലുള്ള 16,108 9,33,000 ഇവരിലിങ്ങനെ കിടക്കണം. പക്ഷെ നമ്പർ മാറും. അതുകൊണ്ടാണ് 33 കോടി അവസാനത്തില് 33 കോടി ഒന്നാകെ വരില്ല. കാറ്റഗറി എത്രത്തോളം നമ്മൾ ധർമ്മനിഷ്ഠരാകുന്നു, സത്യസന്ധരാകുന്നു, നീതി പുലർത്തുന്നു, അതിന്റെ ആധാരത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ 33 കോടി ദേവത ആത്മാക്കൾ തയ്യാറാവുന്നു. സത്യയുഗം, ത്രേതായുഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രത്തോളം ധർമ്മനിഷ്ഠരാകുന്നുവോ, നീതിയുക്തരാകുന്നുവോ, സത്യം പാലിക്കുന്നുവോ, അതിന്റെ ആധാരത്തിലാണ് ധർമാത്മാക്കൾ. അതിന്റെ ആധാരത്തിലാണ് പിന്നെ ധർമാത്മാക്കൾ കാറ്റഗറിയിലേക്ക് വരുന്നത്. അത് ഇസ്ലാം ധർമ്മത്തിലായാലും ശരി, ബുദ്ധധർമ്മത്തിലായാലും ശരി, ക്രൈസ്റ്റ് ധർമ്മത്തിലായാലും ശരി, സന്യാസി ധർമ്മത്തിലായാലും ശരി. ഈ നീതി പുലർത്തുന്നതിന്റെ ആധാരം ഏതിന്റെ? സത്യം, ധർമ്മം, നീതി. അവർക്ക് മാത്രമേ ഇതിൽ കാറ്റഗറൈസ് ചെയ്ത് മേലേക്ക് എത്താൻ പറ്റും. ആരൊക്കെ എത്രത്തോളം എടുത്തോ അവർക്ക് തന്നെ എത്താനും പറ്റും. ഒരു സന്യാസി ധർമ്മത്തിലുള്ള ഒരു പക്കാ സന്യാസി ധർമ്മത്തിലുള്ള ഒരു വ്യക്തിക്ക് സനാതന ധർമ്മത്തിലേക്ക് വരാനേ കഴിയില്ല. കാരണം അത് സന്യാസി ധർമ്മമാണ്. ഇസ്ലാം ധർമ്മത്തിലുള്ള ഒരു വ്യക്തിക്ക്, പക്കാ ഇസ്ലാം ധർമ്മത്തിലായിട്ടുള്ള ഒരു വ്യക്തിക്ക് സനാതന ധർമ്മത്തെ മനസ്സിലാക്കാനേ കഴിയില്ല, വരാനേ കഴിയില്ല. ക്രിസ്തു ധർമ്മത്തിലുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാനേ കഴിയില്ല. ഇനി ഈ 33 കോടി കണ്ടോ, അതിന്റെയൊക്കെ മേലേക്കാണ് ഈ 33 കോടി വരുന്നത്. പക്ഷെ ഇന്ന് ഈ 33 കോടിയിലുള്ളവരും ദരിദ്രരാണ്. ഈ ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യം, ഗുണങ്ങളില്ല, ശക്തികളില്ല, സമ്പത്ത്, കാര്യങ്ങളൊന്നുമില്ല. തൽക്കാലം കാണുന്ന ഈ ചെറിയ ചെറിയ മണ്ണിന്റെ കൊട്ടാരമല്ല സമ്പത്ത്. അത് എല്ലാം നിറഞ്ഞതായിരുന്നു. എല്ലാം നിറഞ്ഞത്, ഒന്നിനും ഒരു കുറവില്ലാത്ത സമ്പത്തായിരുന്നു. ആ സമ്പത്ത് ഇന്ന് ഇല്ല. ആരുടെ അടുത്ത്? ഈ സനാതന ധർമ്മത്തിലുള്ളവരുടെ അടുത്ത് ഇല്ല. അത് ഓരോരുത്തർ പാസ്സായിട്ടിരിക്കുന്നുണ്ട്. ബ്രഹ്മ ബാബ, നമ്മ, അഷ്ടരത്നങ്ങള്, 108, 16,108 ആരൊക്കെ എത്രത്തോളം പാസ്സായിട്ടുണ്ടോ അവരുടെ അടുത്തുണ്ട്. അതിലാരൊക്കെ റീബർത്ത് എടുക്കണുണ്ടോ അതിനനുസരിച്ചുണ്ട്. റീബർത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാബയെ കിട്ടി, ഒരു ജന്മം സർവം സഫലാക്കി, അടുത്ത ജന്മം ഈ സഫലാക്കിയതിന്റെ ആധാരത്തില് 63 ജന്മത്തിലെ മുന്നത്തെ കണക്കുകൾ, എവിടെല്ലാം കണക്കുകൾ വെച്ചിട്ടുണ്ടോ അതിന്റെ ആധാരത്തിലാണ് അടുത്ത ജന്മത്തിൽ എവിടെ പോയി ജനിക്കുന്നത്. അതായത് ഇതേ സംഗമയുഗത്തിൽ തന്നെ വീണ്ടും ജനിക്കുന്നവരുണ്ട്. അങ്ങനെ ജനിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സംഗമയുഗത്തില് വീണ്ടും സമ്പത്തുള്ള സ്ഥലങ്ങളിൽ ജന്മം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ സറണ്ടേഴ്സ് തന്നെ ഉണ്ട്. സറണ്ടർ വ്യക്തികൾ തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ബാബയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ജനിച്ച് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സമ്പന്ന സ്ഥിതിയിൽ പോയിട്ട് ജന്മം എടുക്കണം. കണ്ടോ, ഇവിടെ ഈ സംഗമയുഗത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ആ ആഗ്രഹത്തിനെ ഈ ഒരു ജന്മത്തിൽ
എത്രത്തോളം ഇടി കിട്ടിയാലും വേണ്ടില്ല ഈ ജന്മത്തിൽ തന്നെ പിടിച്ചു നിന്നിട്ട് സംഗമയുഗത്തിൽ ജനിക്കാനേ ആഗ്രഹിക്കാത്തൊരു വ്യക്തി. ജനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ സത്യയുഗത്തിൽ. സംഗമയുഗം പരിപൂർണമായിട്ടും സേവനം ചെയ്ത് എല്ലും പല്ലും എല്ലാം സമർപ്പിച്ച് സേവനം ചെയ്ത് ഇനിയുള്ള സമയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ജനിക്കുന്നതൊക്കെ നന്നായിരുന്നു. പക്ഷെ ഇനിയത്തെ സമയം പോകുന്നത് അതീവ വിനാശത്തിലേക്കാണ്. അപ്പൊ ഇനിയൊരു ജന്മം എടുത്ത് ഒരു കുട്ടിയായി പിറന്ന് എത്ര സമ്പന്നന്റെ അടുത്ത് കുട്ടിയായി പിറന്നാലും ശരി, ബാബയെ ഓർമ്മിച്ചതിന്റെ ആധാരത്തില് ഏത് അംബാനിയുടെ വീട്ടിൽ പോയിട്ട് ജനിച്ചിട്ടും കാര്യമുണ്ടോ? കാര്യമില്ലായല്ല. പക്ഷെ അത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ കുഞ്ഞു ശരീരത്തിലിരുന്ന് സഹിക്കണം, ഉൾക്കൊള്ളണം. പിന്നെ അങ്ങനെയുള്ള പാർട്ടുള്ളവർക്ക്, അങ്ങനെ ജന്മം എടുക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് എന്തായാലും വേറൊരാളുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. പറ്റൂ? എനിക്ക് എന്റെ ജന്മങ്ങളുടെ കാര്യം, എനിക്കിനി വരാൻ പോകുന്ന ജന്മങ്ങളുടെ കാര്യം ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഉള്ളിലെ കാര്യങ്ങൾ, ഇതിലപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡ്രാമയുമായി കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഡ്രാമ ബാബ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ്. അനാദി സ്വരൂപം. ഞാൻ എവിടെയായിരുന്നു അതെനിക്ക് പറയാൻ പറ്റും. 16,108 9 ലക്ഷത്തിലായിരുന്നോ 33 കോടിയിലായിരുന്നോ എന്നത് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെ പറയാൻ പറ്റും? എന്റെ സാഹചര്യം ഒന്നും കൂടെ മാറണം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അതാവാൻ വേണ്ടിട്ടോ ഒറ്റ കോപ്പിയുള്ളൂ. സങ്കല്പം മാത്രമേ ഉള്ളൂ. 16,108 വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സങ്കല്പം ചെയ്യാം, ഞാനതാണ്. 16,108 എവിടെ വരണം? അത് ഞാൻ ആ രീതിയിലുള്ള സങ്കല്പം ചെയ്ത് കർമ്മം ചെയ്യാം. എനിക്ക് എന്റെ സാഹചര്യങ്ങൾ എവിടെ എത്തിത്തീർന്നു, എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നു, അതിന്റെ ആധാരത്തിൽ ഞാൻ അടുത്ത മാമ്പഴം പറിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്റെ പാർട്ട് കൂട്ടാനുള്ള സാഹചര്യങ്ങളാണ് എത്തിച്ചേർന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടാം. ഇനി അതല്ല എന്റെ പാർട്ട് കൂട്ടാനുള്ള സാഹചര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടു എനിക്ക് അത്രയൊന്നും പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിഡ്രോ ചെയ്യും. ഇത് കളിയാണ്. ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ കാലിന്റെ പടം മറിയും. റെസ്റ്റ് എടുക്കേണ്ടി വരും. ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ഷോൾഡർ ഊരി തൂങ്ങും. റെസ്റ്റ് എടുക്കേണ്ടി വരും. യുദ്ധമൈതാനം എന്ന കളി ഒരു വിധത്തിലുള്ള ഹിംസാത്മക യുദ്ധമല്ല അവിടെ നടക്കുന്നത്. അഹിംസാത്മക യുദ്ധം. ഈ അഹിംസാത്മക യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് അവരവരുടെ കാര്യം. വേറൊരാളെ നോക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുമ്പോൾ രാഹുൽ ദ്രാവിഡിനെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ട്. ഒരു കളിക്കാരന് വേറൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ചിട്ടില്ല. അവനവന്റെ കളി എത്രത്തോളം, എതിരാളി എത്ര ശക്തനായാലും ശരി. സച്ചിൻ ടെണ്ടുൽക്കറിലെ പല കളികളിലും സെഞ്ചുറികൾ എടുത്തിട്ടുണ്ട്, ഡബിൾ സെഞ്ചുറി എടുത്തിട്ടുണ്ട്. ഒരു റണ്ണ് പോലും എടുക്കാതെ ഔട്ടായിട്ടുണ്ട്. കാരണം എതിരാളിയുടെ മിടുക്കം കൂടെ. ഇവിടെ മായ ചെറുതൊന്നുമല്ല, അടുത്ത മായ തന്നെയാണ്. എതിരാളിയായിട്ട് ഏത് വിധത്തിലാണോ മായ വരുന്നത് അതിന്റെ ആധാരത്തില് ഇൻ കേസ് ഒന്ന് കാലിന്റെ പടം പറഞ്ഞാലും കൈയിന്റെ ഷോൾഡർ ഊരി തൂങ്ങിയാലും കളിയിൽ റെസ്റ്റ് എടുത്ത് ക്ലിയർ ആക്കി അടുത്ത സ്റ്റെപ്പ് വീണ്ടും നീങ്ങണം. അടുത്ത കളിയിൽ വീണ്ടും പങ്കെടുക്കണം. ഇത് കിട്ടിയിട്ടുള്ളതാണ്. ആർക്കും? നമ്മൾക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്, വേറെ ആർക്കും ഇല്ല.
ഇത് ബ്രഹ്മകുമാരീസിലൂടെ കിട്ടിയ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ കളിക്കാനുള്ളവർക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല. അതിന്റെ ആധാരത്തിൽ എത്രത്തോളം കളിക്കുന്നുണ്ടോ അതാണ് പാർട്ട് ഉണ്ടാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അമൃതകളായാലും ട്രാഫിക് കൺട്രോൾ ആയാലും ബാക്കി എന്തെന്തെല്ലാം ശ്രീമതങ്ങളുണ്ടോ ആ ലക്ഷ്മണരേഖയിലൂടെ നടന്ന് എന്നാ ഏതൊക്കെ പാർട്ടുകൾ ഏതൊക്കെ വഴിയിലൂടെ പോകണോ അതേ വഴിയിലൂടെ തന്നെ പോയി പാസ്സാവുന്ന പരിപാടി. ട്രിപ്പിൾ ഓം ശാന്തി.